ഡിയർ വ്യൂവേഴ്സ്, ഞാൻ രമ്യ രതീഷ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന MCQ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2 വീഡിയോകളിലായി 50 ക്വസ്റ്റ്യൻസ് ആണ് ഉൾക്കൊള്ളിക്കുന്നത്. ഈ വീഡിയോയിൽ 25 ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എങ്കിൽ hsst എക്സാം ആകുമ്പോഴേക്കും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും കൂടി വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫിനാൻഷ്യൽ ഡിസിഷൻ വിച്ച് റിലേറ്റ് ടു ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ്. ഓപ്ഷൻസ് നോക്കാം. ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. നെയിം ദ ഫിനാൻഷ്യൽ ഡിസിഷൻ വിച്ച് റിലേറ്റ് ടു ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ്. ഉത്തരം ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ റിലേറ്റ് ടു ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ്. ഡിവിഡൻഡ് ഡിസിഷൻ റിലേറ്റ് ടു ഡിസ്പോസൽ ഓഫ് പ്രോഫിറ്റ്. മറ്റേ ക്വസ്റ്റ്യൻ നോക്കാം. എ ഡിസിഷൻ ഫോർ റീപ്ലേസിംഗ് മിഷൻ വിത്ത് മോഡേൺ മിഷനറി. ഓപ്ഷൻസ് നോക്കാം. ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസിഷൻ ഫോർ റീപ്ലേസിംഗ് മിഷൻ വിത്ത് മോഡേൺ മിഷനറി. ഉത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. എ ഡിസിഷൻ ഫോർ റീപ്ലേസിംഗ് മിഷൻ വിത്ത് മോഡേൺ മിഷനറി റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വിക്ക് അസറ്റ് ഡു നോട്ട് ഇൻക്ലൂഡ്. ഓപ്ഷൻസ് ക്യാഷ് ഇൻ ഹാൻഡ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ട്രേഡ് റിസീവബിൾ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ക്വിക്ക് അസറ്റ് ഡു നോട്ട് ഇൻക്ലൂഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം നോക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസ്. ക്വിക്ക് അസറ്റ് ഡു നോട്ട് ഇൻക്ലൂഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷർ. ഓപ്ഷൻസ് ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, ബോത്ത് എ ആൻഡ് ബി, പ്രൊഡക്ഷൻ റിസ്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷർ. ഉത്തരം ബിസിനസ് റിസ്ക്. ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷർ ബിസിനസ് റിസ്ക്. ഫിനാൻഷ്യൽ ലിവറേജ് മെഷർ ഫിനാൻഷ്യൽ റിസ്ക്. ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷർ ബിസിനസ് റിസ്ക്. മാറിപ്പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കൗണ്ടിംഗ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട്. ഓപ്ഷൻസ് ടെർമിനൽ വാല്യൂ, കോമ്പൗണ്ട് വാല്യൂ, പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ. ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്കൗണ്ടിംഗ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട്. ഉത്തരം പ്രസൻറ്റ് വാല്യൂ. ഡിസ്കൗണ്ടിംഗ് ടെക്നിക് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് പ്രസൻറ്റ് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദി 2 ബേസിക് മെഷർ ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദി കമ്പനി ആർ. ഓപ്ഷൻസ് നോക്കാം. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. സെക്കൻഡ് ഓപ്ഷൻ ലിക്വിഡ് റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് റേഷ്യോ. അടുത്തത് ലിക്വിഡ് റേഷ്യോ ആൻഡ് കറൻറ്റ് റേഷ്യോ. ഡി ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. 2 ബേസിക് മെഷർ ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ കമ്പനി ആർ. ഉത്തരം ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആർ ദി 2 ബേസിക് മെഷർ ഓഫ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ കമ്പനി. ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു എ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ബി ഡിവിഡൻഡ്, സി റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഡി നൺ ഓഫ് ദി എബോവ്. ക്വസ്റ്റ്യൻ ഇതാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു. ഉത്തരം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അടുത്ത ക്വസ്റ്റ്യൻ, കറൻറ്റ് റേഷ്യോ ഓഫ് എ കൺസേൺ ഈസ് 1. ഇറ്റ്സ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. കറൻറ്റ് റേഷ്യോ ഓഫ് എ കൺസേൺ ഈസ് 1. ഇറ്റ്സ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി. ഓപ്ഷൻസ് നോക്കാം. എ പോസിറ്റീവ്, ബി നെഗറ്റീവ്, സി 0, ഡി നൺ ഓഫ് ദീസ്. ഉത്തരം 0. കറൻറ്റ് റേഷ്യോ ഓഫ് എ കൺസേൺ ഈസ് 1. ഇറ്റ്സ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി 0. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്ഷൻസ് നോക്കാം. എ ഓഫീസ് എക്സ്പെൻസ്, ബി സെല്ലിംഗ് എക്സ്പെൻസ്, സി ബാർ ഡെബ്റ്റ്സ്, ഡി ലോസ് ബൈ ഫയർ. ലോസ് ബൈ ഫയർ.
ലോസ് ബൈ ഫയർ നോട്ട് എ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇംപ്രൂവ് കറണ്ട് റേഷ്യോ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇംപ്രൂവ് കറണ്ട് റേഷ്യോ? ഓപ്ഷൻസ് നോക്കാം. എ, ക്യാഷ് കളക്റ്റഡ് ഫ്രം ട്രേഡ് റിസീവബിൾ. ബി, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ്. സി, പേയ്മെൻറ്റ് ടു ട്രേഡ് പേയബിൾ. ഡി, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഇമാജിനറി ഫിഗർ ഇട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഉത്തരം എഴുതണം. കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ആൻസർ നോക്കാം. പേയ്മെൻറ്റ് ടു ട്രേഡ് പേയബിൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇംപ്രൂവ് കറണ്ട് റേഷ്യോ? പേയ്മെൻറ്റ് ടു ട്രേഡ് പേയബിൾ ഇംപ്രൂവ് കറണ്ട് റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഴ്സസ് ഓഫ് ഫണ്ട് ഹാസ് ആൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഴ്സസ് ഓഫ് ഫണ്ട് ഹാസ് ആൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഓപ്ഷൻസ്: ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ബി, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. സി, ഡിബെഞ്ചർ. ഡി, റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഉത്തരം റീറ്റെയിൻഡ് ഏർണിംഗ്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സോഴ്സസ് ഓഫ് ഫണ്ട് ഹാസ് ആൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഹാസ് ആൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഓഫ് എ കമ്പനി 1:2. വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ വിൽ ഇൻക്രീസ് ഇറ്റ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഓഫ് എ കമ്പനി 1:2. വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ വിൽ ഇൻക്രീസ് ഇറ്റ്? ഓപ്ഷൻസ് നോക്കാം. ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ഫോർ ക്യാഷ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. ഒരിക്കൽ കൂടി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ഫോർ ക്യാഷ്. ബി, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. സി, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്. ഡി, ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. ഉത്തരം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ് ഇൻക്രീസ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഓഫ് എ കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി കമ്പനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ്. ഓപ്ഷൻസ് നോക്കാം. ലിവറേജ്. ബി, ഹഡിൽ റേറ്റ്. സി, റിസ്ക് റേറ്റ്. ഡി, റിട്ടേൺ റേറ്റ്. ആൻസർ ഹഡിൽ റേറ്റ്. കമ്പനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ഹഡിൽ റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ്. ആൻസർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം ഈസ് എ റിസൾട്ട് ഓഫ്. ഓപ്ഷൻസ് നോക്കാം. എ, ഡിവിഡൻഡ് ഡിസിഷൻ. ബി, ഫിനാൻസിംഗ് ഡിസിഷൻ. സി, റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ഡി, നൺ ഓഫ് ദി എബോവ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം ഈസ് എ റിസൾട്ട് ഓഫ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം ഈസ് എ റിസൾട്ട് ഓഫ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആർ ബേസ്ഡ് ഓൺ. ഓപ്ഷൻസ് നോക്കാം. എ, ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റ്. ബി, ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ. സി, ഇൻക്രിമെൻ്റൽ അസറ്റ്. ഡി, ഇൻക്രിമെൻ്റൽ ക്യാപിറ്റൽ. നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആർ ബേസ്ഡ് ഓൺ ഇൻക്രിമെൻ്റൽ ക്യാഷ് ഫ്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഓപ്ഷൻസ് നോക്കാം. എ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ബി, ലോൺസ്. സി, ബോൺസ്. ഡി, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഉത്തരം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഹാസ് ദി ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അടുത്തത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ഓപ്ഷൻസ് നോക്കാം. എ, ടൈം വാല്യൂ ഓഫ് മണി. ബി, സെൻസിറ്റിവിറ്റി അനാലിസിസ്. സി, നെറ്റ് അസറ്റ് വാല്യൂ മെത്തേഡ്. ഡി, ക്യാഷ് ഇൻഫ്ലോ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ഓപ്ഷൻസ്: ടൈം വാല്യൂ ഓഫ് മണി, സെൻസിറ്റിവിറ്റി അനാലിസിസ്, നെറ്റ് അസറ്റ് വാല്യൂ മെത്തേഡ്, ക്യാഷ് ഫ്ലോ.
Net asset value method. Net asset value method is not used in capital budgeting. Financial structure. The manner in which an organization's assets are financed is referred to as financial structure. Financial structure. The manner in which an organization's assets are financed is referred to as financial structure. The question, in risk-adjusted discount rate method, the normal rate of discount is options A. Increased, B. Decreased, C. Unchanged, D. None of the above. Question ഇതായിരുന്നു, in risk-adjusted discount rate method, the normal rate of discount is. ഉത്തരം increased. In risk-adjusted discount rate method, the normal rate of discount is increased. Which of the following is not incorporated in capital budgeting? Which of the following is not incorporated in capital budgeting? Options നോക്കാം. A. Tax effect, B. Time value of money, C. Required rate of return, D. Rate of cash discount. Which of the following is not incorporated in capital budgeting? ഉത്തരം rate of cash discount. Rate of cash discount is not incorporated in capital budgeting. അടുത്ത question, cost of capital for government security is also known as A. Risk-free rate of interest, B. Maximum rate of return, C. Rate of interest on fixed asset, D. None of the above. Question ഇതായിരുന്നു, cost of capital for government security is also known as. Risk-free rate of interest. Cost of capital for government security is also known as risk-free rate of interest. അടുത്ത question, financial leverage help one to estimate A. business risk, B. financial risk, C. both risk, D. production risk. Financial risk. Financial leverage help one to estimate financial risk. അടുത്ത question, in order to calculate weighted average cost, weight may be based on A. market value, B. target value, C. book value, D. all of the above. Question ഇതാണ്, in order to calculate weighted average cost, weight may be based on. In order to calculate weighted average cost, weight may be based on all of the above. അടുത്ത question, the net initial investment is divided by uniform future cash flow to calculate. Question ഒരിക്കൽ കൂടി, the net initial investment divided by uniform future cash flow to calculate. Options നോക്കാം. A. discounting period, B. investment period, C. earning period, D. payback period. ഉത്തരം payback period. The net initial investment divided by uniform future cash flow to calculate payback period.